calculate the mass percentage of benzene and carbon tetrachloride if 22 gram of benzene is dissolved in 122 gram of carbon tetrachloride. ഒരു 22 gram ബെൻസീൻ 122 gram കാർബൺ ടെട്രാക്ലോറൈഡിൽ ഡിസോൾവ് ചെയ്തുണ്ടാകുന്ന ഒരു സൊല്യൂഷൻ. ആ സൊല്യൂഷനിൽ മാസ് പെർസെൻറ്റേജ് ഓഫ് ബെൻസീനും മാസ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ ടെട്രാക്ലോറൈഡും കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ഇവിടുത്തെ ഉദ്ദേശം. നമുക്കറിയാം മാസ് പെർസെൻറ്റേജ് ഓഫ് എ കമ്പോണൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് നമുക്കറിയാം. ആ ഒരു ഇക്വേഷനാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ എപ്പോഴും നോട്ട് ചെയ്യേണ്ടത്. സോ വാട്ട് ഈസ് ദ മാസ് പെർസെൻറ്റേജ് ഓഫ് എ കമ്പോണൻറ്റ്? മാസ് പെർസെൻറ്റേജ് ഓഫ് എ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓർ ഇറ്റ് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് മാസ് ഓഫ് ദ കമ്പോണൻറ്റ് ഇൻ ദ സൊല്യൂഷൻ ടു ദ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് എഴുതാം മാസ് പെർസെൻറ്റേജ് ഓഫ് എ component. Mass percentage of a component is equal to mass of a component, mass of a component in the solution divided by total mass of solution into 100. എന്താണ് ഈ 100 സൂചിപ്പിക്കുന്നത്? 100 എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ആയതുകൊണ്ടാണ് നമ്മളെപ്പോഴും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ദ മാസ് ഓഫ് ദ കമ്പോണൻറ്റ് ഇൻ ദ സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ. ഏത് കമ്പോണൻറ്റിൻ്റെ ആണോ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കേണ്ടത്, അതായത് സൊല്യൂട്ടിൻ്റെ ആണോ സോൾവെൻറ്റിൻ്റെ ആണോ, അതിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ. എന്താണ് ടോട്ടൽ മാസ് എന്ന് പറയുന്നത്? സോൾവെൻറ്റിൻ്റെയും സൊല്യൂട്ടിൻ്റെയും മാസ് ആഡ് ചെയ്താണ് ടോട്ടൽ മാസ് എന്ന് പറയുന്നത്. സോ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100. 100 റെപ്രസെൻറ്റ്സ് പെർസെൻറ്റേജ്. ഓക്കെ, ഇവിടെ നമ്മുടെ തന്നിരിക്കുന്ന രണ്ട് കമ്പോണൻസ്, ഒരാൾ ബെൻസീനും ഒരാൾ കാർബൺ ടെട്രാക്ലോറൈഡും ആണ്. അപ്പോൾ ബെൻസീൻ്റെ കെമിക്കൽ ഫോർമുല നമ്മളൊന്ന് ഓർത്തിരിക്കണം. ബെൻസീൻ C6H6, കാർബൺ ടെട്രാക്ലോറൈഡോ CCl4. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ ഓർക്കാം. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള പാരാമീറ്റേഴ്സ് നമുക്ക് എടുത്തെഴുതാം. നോക്കാം, ഇവിടെ മാസ് ഓഫ് ബെൻസീൻ തന്നിട്ടുണ്ട്. മാസ് ഓഫ് ബെൻസീൻ, മാസ് ഓഫ് ബെൻസീൻ എത്രയാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 22 gram. മാസ് ഓഫ് കാർബൺ ടെട്രാക്ലോറൈഡ്, carbon tetrachloride 122 gram. So what about the total mass of solution? Total mass of solution എന്ന് വെച്ച് കഴിഞ്ഞാൽ mass of benzene plus mass of carbon tetrachloride. ഇനി ഓരോന്നിൻ്റെയും മാസ് പെർസെൻറ്റേജ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് മാസ് പെർസെൻറ്റേജ് ഓഫ് ബെൻസീൻ. എങ്ങനെയാണ് മാസ് പെർസെൻറ്റേജ് ഓഫ് ബെൻസീൻ കണ്ടുപിടിക്കുക? മാസ് പെർസെൻറ്റേജ് ഓഫ് ബെൻസീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് ബെൻസീൻ ഇൻ ദ സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100. ഇതിൽ മാസ് ഓഫ് ബെൻസീൻ എത്രയാണ്? മാസ് ഓഫ് ബെൻസീൻ നമുക്കറിയാം, ഇറ്റ് ഈസ് ഈക്വൽ ടു 22 gram ഡിവൈഡഡ് ബൈ വാട്ട് അബൌട്ട് ദ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ? ഇറ്റ് ഈസ് ഈക്വൽ ടു 22 പ്ലസ് 122 gram. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഗ്രാമും ഗ്രാമും ക്യാൻസൽ ചെയ്ത് പോകുന്നു. നമുക്ക് നോക്കാം ഈ ഒരു വാല്യൂസ് സോൾവ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുന്നു? നമുക്ക് കിട്ടുന്നത് 15.28% എന്ന് കിട്ടുന്നു. ദാറ്റ് ഈസ് മാസ് പെർസെൻറ്റേജ് ഓഫ് ബെൻസീൻ ഇസ് ഈക്വൽ ടു 15.28%. സിമിലർ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ മാസ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ ടെട്രാക്ലോറൈഡ് നമുക്ക് CCl4 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ? കാർബൺ ടെട്രാക്ലോറൈഡിൻ്റെ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു കാർബൺ ടെട്രാക്ലോറൈഡിൻ്റെ വെയിറ്റ് അല്ലെങ്കിൽ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെയും ഗ്രാമും ഗ്രാമും ക്യാൻസൽ ചെയ്ത് പോകുന്നു. നമുക്ക് കിട്ടുന്നത് 84.72%. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച്
ഒരു സൊല്യൂഷനിൽ രണ്ട് കമ്പോണൻസ് ആയിട്ടുള്ള ബെൻസീൻ്റെയും കാർബൺ ടെട്രാക്ലോറൈഡിൻ്റെയും മാസ് പെർസെൻറ്റേജ് നമ്മൾ കണ്ടുപിടിച്ചു. ഇങ്ങനെ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യമുണ്ട്. ആദ്യം നമ്മൾ ഏതെങ്കിലും ഒരു കമ്പോണൻറ്റിൻ്റെ, ഫോർ എക്സാമ്പിൾ സൊല്യൂട്ടായിട്ടുള്ള ബെൻസീൻ്റെ മാസ് പെർസെൻറ്റേജ് നമ്മൾ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം മാസ് പെർസെൻറ്റേജ് ഓഫ് CCl4 കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ ഓർ ടോട്ടൽ മാസ് പെർസെൻറ്റേജ് ഓഫ് ദ സൊല്യൂഷൻ 100 എന്നായിട്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ഓർ മെത്തേഡാണ് മാസ് പെർസെൻറ്റേജ് ഓഫ് CCl4 കണ്ടുപിടിക്കാനായിട്ട് 100 എന്ന് പറയുന്നത് ടോട്ടൽ മാസ് പെർസെൻറ്റേജ് ഓഫ് ദ സൊല്യൂഷൻ 100 ആയിട്ട് എടുക്കുന്നു. സോ ആ 100ൽ ആരൊക്കെ ഉണ്ട്? സൊല്യൂട്ട് ഉണ്ട്, സോൾവെൻ്റ് ഉണ്ട്. സൊല്യൂട്ടിൻ്റെ മാസ് പെർസെൻറ്റേജ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് 15.28. സോ 100 മൈനസ് 15.28 എന്ത് കിട്ടും? 100% ആയിട്ടുള്ള ടോട്ടൽ സൊല്യൂഷനിൽ നിന്ന് മൈനസ് 15.28%. മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ദ മാസ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ ടെട്രാക്ലോറൈഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 84.72. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടും നമുക്ക് മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാവുന്നതാണ്. കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് ദ ഫോളോയിങ് സൊല്യൂഷൻ. താഴെ തന്നിട്ടുള്ള സൊല്യൂഷൻസിൻ്റെ മൊളാരിറ്റി കണ്ടുപിടിക്കണം. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. 30 gram ഓഫ് കൊബാൾട്ട് നൈട്രേറ്റ്, hydrated cobalt nitrate in 4.3 liter of solution. Cobalt nitrate 30 gram cobalt nitrate 4.3 liter of solution dissolve ചെയ്തതിന് ശേഷമുള്ള സൊല്യൂഷൻ്റെ മൊളാരിറ്റി കണ്ടുപിടിക്കുകയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇപ്പോഴും ഇക്വേഷൻ നമ്മൾ എഴുതേണ്ടതുണ്ട്. എങ്ങനെയാണ് മൊളാരിറ്റിയുടെ ഇക്വേഷൻ? നമുക്കറിയാം, മൊളാരിറ്റി ക്യാപിറ്റൽ M എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് solute divided by number of moles of solute divided by total volume of solution, total volume of solution in liter. ലിറ്ററിൽ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കണം. നമ്മുടെ സൊല്യൂട്ട് എന്ന് പറയുന്നത് കൊബാൾട്ട് നൈട്രേറ്റ്, CONO3 twice 6H2O ആണ്. ഹൈഡ്രേറ്റഡ് കൊബാൾട്ട് നൈട്രേറ്റ് എന്ന് പറയാം. ഇസ് ഹൈഡ്രേറ്റഡ് കൊബാൾട്ട് നൈട്രേറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, മാസ് ഓഫ് കൊബാൾട്ട് നൈട്രേറ്റ് ഓൾറെഡി നമ്മുടെ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് മാസ് ഓഫ് CONO3 twice 6H2O is equal to 30 gram എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്കറിയേണ്ടത് മോളാർ മാസ് ആണ്. എങ്ങനെയാണ് മോളാർ മാസ് കണ്ടുപിടിക്കുന്നത്? മോളാർ മാസ് കണ്ടുപിടിക്കുന്നതിന് ഇറ്റ് ഈസ് എ സം ഓഫ് ആറ്റമിക് മാസസ് ഓഫ് ഡിഫറെൻറ്റ് ആറ്റംസ് വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ ദിസ് മോളിക്യൂൾ. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ CONO3 twice 6H2O എന്ന് പറയുന്ന ഈ ഒരു കോമ്പൗണ്ടിൽ കൊബാൾട്ട് ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. ഓരോന്നിൻ്റെയും ആറ്റമിക് മാസസ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ ആറ്റമിക് മാസസ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ദ മോളാർ മാസ്. സോ മോളാർ മാസ് എന്ന് പറയുന്നത് 291 gram per mol ആണ്. മോളാർ മാസ് ഓഫ് CONO3 twice 6H2O is equal to 291 gram mol raised to -1. അപ്പോൾ മാസും കിട്ടി, മോളാർ മാസും കിട്ടി. നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് നമ്പർ ഓഫ് മോൾസും കണ്ടുപിടിക്കാം, മൊളാരിറ്റിയും കണ്ടുപിടിക്കാം. അപ്പോൾ ഡയറക്റ്റ്ലി നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. ദെർഫോർ മൊളാരിറ്റി ഈസ് ഈക്വൽ ടു, മൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 gram ഡിവൈഡഡ് ബൈ 291. 30 gram 291 gram mol raised to -1 whole divided by ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ലിറ്ററിൽ തന്നെയാണ് നമ്മുടെ സൊല്യൂഷൻ്റെ വോളിയം തന്നിരിക്കുന്നത് 4.3 ലിറ്റർ. സോ 4.3 ലിറ്റർ എന്ന് എഴുതാം. ദെൻ നമുക്ക് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. റീഅറേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ വരും? നമുക്ക് കിട്ടും 30 ഡിവൈഡഡ് ബൈ 291 ഇൻറ്റു
4.3. ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ള ആൻസർ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.023 മോളാർ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് മൊളാരിറ്റി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. 30 ml of 0.5 molar H2SO4 is diluted to 500 ml. അതായത് 30 ml 0.5 molar ഉള്ള സൾഫ്യൂരിക് ആസിഡ് 500 ml ഡൈല്യൂട്ട് ചെയ്തപ്പോൾ ഉണ്ടായ സൊല്യൂഷൻ്റെ മൊളാരിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത്തരത്തിൽ ഡൈല്യൂഷൻ റിലേറ്റഡ് പ്രോബ്ലംസ് ഒക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. നാം കണ്ടുപിടിക്കേണ്ടത് മൊളാരിറ്റി ആയതുകൊണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ മൊളാരിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ എഴുതണം. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഇവിടെ നമ്മുടെ സൊല്യൂട്ട് എന്ന് പറയുന്നത് ആരാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ് അല്ലേ? അതിൻ്റെ മൊളാരിറ്റിയാണ് 0.5 മോളാർ എന്ന് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സൊല്യൂട്ട് ആയിരിക്കുന്നത് സൾഫ്യൂരിക് ആസിഡും സൾഫ്യൂരിക് ആസിഡ് നമ്മൾ വീണ്ടും ഡൈല്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ കൺസിഡർ ചെയ്യാം M1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊളാരിറ്റി ഓഫ് സൊല്യൂട്ട് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ M1 ഈസ് ഈക്വൽ ടു 0.5 മോളാർ. ഈ M1 എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡിൻ്റെ മൊളാരിറ്റിയാണ്. സോ V1 എന്ന് പറയുന്നത് വോളിയമാണ്. വോളിയം ഓഫ് ദാറ്റ് സൾഫ്യൂരിക് ആസിഡ് എത്രയാണ് തന്നിരിക്കുന്നു? 30 ml ആണ് തന്നിരിക്കുന്നു. ഇനി ഈ ഒരു സൊല്യൂഷനെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. എത്ര വോളിയത്തിലേക്കാണ് ഡൈല്യൂട്ട് ചെയ്യുന്നത്? V2 ഈസ് ഈക്വൽ ടു 500 ml. 500 ml ഡൈല്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന സൊല്യൂഷൻ്റെ മൊളാരിറ്റി അതായത് M2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. ഇങ്ങനെയുള്ളപ്പോൾ ഏത് സൊല്യൂഷൻ്റെ ആണോ മൊളാരിറ്റി നമുക്ക് തന്നിട്ടുള്ളത് അത് M1 എന്നും അതിൻ്റെ വോളിയം V1 എന്നും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഡൈല്യൂഷന് ശേഷം കിട്ടുന്ന സൊല്യൂഷൻ്റെ വോളിയം V2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതിൻ്റെ മൊളാരിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് M1 V1 is equal to M2 V2. Therefore, M2 is equal to എങ്ങനെയാണ് നമുക്ക് റീഅറേഞ്ച് ചെയ്യാം? M1 V1 ഡിവൈഡഡ് ബൈ V2. ഇവിടെ നമുക്കറിയാവുന്ന പാരാമീറ്റേഴ്സ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. M1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 മോളാർ ഇൻറ്റു V1 എന്ന് പറയുന്നത് 30 മില്ലി ലിറ്റർ ഡിവൈഡഡ് ബൈ V2 എന്ന് പറയുന്നത് 500 മില്ലി ലിറ്റർ. അവിടെ നമുക്ക് മില്ലിലിറ്ററും യൂണിറ്റ്സ് ക്യാൻസൽ ചെയ്ത് പോകും. ദെൻ നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.03 മോളാർ എന്നാണ്. അതായത് 0.5 മോളാർ H2SO4 30 ml എടുത്ത് 500 ml ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന മൊളാരിറ്റി എന്ന് പറയുന്നത് 0.03 മോളാർ ആണ്. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് യൂറിയ റിക്വയർഡ് ഇൻ മേക്കിംഗ് 2.5 കിലോഗ്രാം ഓഫ് 0.25 മോളാർ അക്വസ് സൊല്യൂഷൻ. അതായത് ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു 2.5 കിലോഗ്രാം 0.25 മോളാർ സൊല്യൂഷൻ ഉണ്ടാക്കണമെങ്കിൽ അക്വസ് സൊല്യൂഷൻ ഉണ്ടാക്കണമെങ്കിൽ ഉപയോഗിക്കേണ്ടി വരുന്ന യൂറിയയുടെ അളവ് എത്ര? ഇവിടെ യൂറിയ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് യൂറിയ സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് അല്ലേ? ഇവിടെ നമുക്കിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മൊളാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. മൊളാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ആകുമ്പോൾ നമുക്ക് എന്ത് വേണം? വി ഹാവ് ടു റൈറ്റ് ദ ഇക്വേഷൻ റിലേറ്റഡ് ടു മൊളാലിറ്റി. എന്താണ് മൊളാലിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്? നമുക്കറിയാം മൊളാലിറ്റി സ്മോൾ ലെറ്റർ M എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നു. ഇറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം എന്നെഴുതാം അല്ലേ? ഇവിടെ നമ്മുടെ സൊല്യൂട്ട് എന്ന് പറയുന്നത് യൂറിയയും സോൾവെൻ്റ് എന്ന് പറയുന്നത് വാട്ടറുമാണ്. നമുക്ക് കുറച്ച് ഈസി കൺസിഡറേഷൻ ആയിട്ട് നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാം? കൺസിഡർ സോൾവെൻറ്റ് ആസ് എ. സോൾവെൻറ്റിനെ നമുക്ക് എ എന്ന് കൺസിഡർ ചെയ്യാം. ആൻഡ് സൊല്യൂട്ട് ആസ്
ബി, സൊല്യൂട്ടിനെ ബി എന്നും കൺസിഡർ ചെയ്യാം. അപ്പോൾ ആരാണ് ഇവിടുത്തെ സൊല്യൂട്ട്? യൂറിയ ആണ്. വാട്ടറാണ് ഇവിടുത്തെ സോൾവെൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഓർത്ത് നോക്കൂ. യൂറിയയുടെ മാസ് എത്രയാണെന്ന് നമുക്ക് പറഞ്ഞിട്ടില്ല അല്ലേ? സോ മാസ് ഓഫ് യൂറിയ എന്നുള്ളതിനെ നമുക്ക് WB എന്ന് സൂചിപ്പിക്കാം. WB നമുക്കറിയില്ല, അതായത് ബി എന്ന് പറയുന്നത് സൊല്യൂട്ടാണ്, W റെപ്രസെൻറ്റ്സ് മാസ്. സോ WB നമുക്കറിയില്ല. ഇനി മോളാർ മാസ് ഓഫ് യൂറിയ, മോളാർ മാസിനെ നമ്മൾ M എന്ന് സൂചിപ്പിക്കുന്നു. യൂറിയ എന്ന് പറയുന്നത് സൊല്യൂട്ട് ആയതുകൊണ്ട് MB എന്ന് സൂചിപ്പിക്കാം. MB നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി യൂറിയയുടെ കെമിക്കൽ ഫോർമുല ഒന്ന് കൺസിഡർ ചെയ്യണം. യൂറിയയുടെ കെമിക്കൽ ഫോർമുല എന്താണ്? NH2CO NH2 ആണ് അല്ലേ? ഇവിടെ നൈട്രജൻ്റെയും കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും ആറ്റമിക് മാസസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മോളാർ മാസ് ഓഫ് യൂറിയ കിട്ടും. അതെങ്ങനെയാണെന്ന് നോക്കാം. നൈട്രജൻ ആറ്റമിക് മാസ് 14, ഹൈഡ്രജൻ 1 ആണ്. സോ 1 × 2 പ്ലസ് കാർബൺ 12 ആണ്, ഓക്സിജൻ 16 ആണ്, വീണ്ടും നൈട്രജൻ 14, ഹൈഡ്രജൻ 1 × 2. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 14 + 2 + 12 + 16 + 14 + 2 എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോളിക്കുലാർ മാസ് ഓർ മോളാർ മാസ് ഓഫ് യൂറിയ കിട്ടുന്നു. ഇറ്റ് ഈസ് 60 g/mol ആണ്. അതായത് നമുക്ക് എഴുതാം WB = 60 g/mol. ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഈ സോൾവെൻറ്റിനെ പറ്റിയിട്ട് അറിയേണ്ട കാര്യം, സോൾവെൻറ്റിനെ പറ്റി എന്താണ് അറിയേണ്ടത്? മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം ആണ് നമുക്ക് അറിയേണ്ടത്. നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 2.5 കിലോഗ്രാം. സോ മാസ് ഓഫ് സോൾവെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? സോൾവെൻറ്റിനെ നമ്മൾ A എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. സോ മാസ് ഓഫ് സോൾവെൻറ്റ് ഈസ് WA = 2.5 കിലോഗ്രാം എന്ന് തന്നിരിക്കുന്നു. പിന്നെ തന്നിരിക്കുന്ന കാര്യം മൊളാരിറ്റി ആണ്. മൊളാരിറ്റി സ്മോൾ ലെറ്റർ M, മൊളാലിറ്റി സ്മോൾ ലെറ്റർ M is equal to 0.25 എന്നും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷനിലേക്ക് കടക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് WB, അതായത് യൂറിയയുടെ മാസാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൊളാലിറ്റി M is equal to, നമുക്ക് എങ്ങനെയാണ് എഴുതാൻ പറ്റുക? M is equal to WB divided by MB the whole divided by WA in കിലോഗ്രാം എന്നെഴുതാം. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത് WB ആണ്. WBയുടെ ടേംസിൽ എഴുതുമ്പോൾ therefore WB എന്താണ്? WB that is mass of urea. WB is equal to എങ്ങനെ എഴുതാൻ പറ്റും? മൊളാലിറ്റി into MB into WA in കിലോഗ്രാം. ഓക്കെ, മൊളാലിറ്റി നമുക്കറിയാം എത്രയാണ്? 0.25 ആണ്. MB എത്രയാണ്? ദാറ്റ് ഈസ് മോളാർ മാസ് ഓഫ് യൂറിയ 60 g/mol ആണ്. ദെൻ WA എന്ന് പറയുന്നത് മാസ് ഓഫ് സോൾവെൻറ്റ്, ഇറ്റ് ഈസ് ഈക്വൽ ടു 2.5 കിലോഗ്രാം. ഇത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിതിനെ സോൾവ് ചെയ്യാൻ പറ്റും. മൊളാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾ പെർ കിലോഗ്രാം ആണ് അല്ലേ? അപ്പോൾ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നോക്കാം. ജസ്റ്റ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 37.5 ഗ്രാം. ഈ രീതിയിൽ നമുക്ക് ഇത്തരം ഒരു പ്രോബ്ലം ചെയ്യാൻ പറ്റും. അടുത്ത ഒരു പ്രോബ്ലം നോക്കാം. കാൽക്കുലേറ്റ് ദ molarity and mole fraction of potassium iodide if the density of 20% mass by mass aqueous Ki is 1.202 gram per milliliter. അതായത് പൊട്ടാസ്യം അയോഡൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്തുണ്ടാകുന്ന ഒരു സൊല്യൂഷന് ഡെൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് 1.202 gram per milliliter. ഈ ഒരു സൊല്യൂഷനിൽ മാസിൻ്റെ 20% ആരാണ്?
പൊട്ടാസ്യം അയോഡൈഡ് ആണ്. ബാക്കി 80% ആരാണ്? വാട്ടർ ആണ്. ഇങ്ങനെ ഫോം ചെയ്തിട്ടുള്ള ഒരു സൊല്യൂഷൻ്റെ മൊളാലിറ്റി, മൊളാരിറ്റി, മോൾ ഫ്രാക്ഷൻ ഈ 3 കാര്യങ്ങൾ കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നേക്കാളും മുമ്പ് നമുക്ക് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇവിടെ അതിന് വേണ്ടിയിട്ട് we can consider the mass of the solution is 100 gram. Total mass of the solution 100 gram എന്ന് കൺസിഡർ ചെയ്യാം. So let the mass of solution be 100 gram. ഈ 100 ഗ്രാമിൽ 20 ഗ്രാം ആരാണ്? 20 ഗ്രാം സൊല്യൂട്ടാണ്, അതായത് ഇവിടെ പൊട്ടാസ്യം അയോഡൈഡ് ആണ്. ഇവിടെ നമുക്ക് കൺസിഡറേഷന് വേണ്ടിയിട്ട് സൊല്യൂട്ടിനെ ബി എന്നും സോൾവെൻറ്റിനെ എ എന്നും കൺസിഡർ ചെയ്യാം. സോ കൺസിഡർ solvent as A and solute as B. അപ്പോൾ ഇവിടെ സോൾവെൻ്റ് എന്ന് പറയുന്നത് വാട്ടർ ആണ്. വാട്ടർ നമ്മൾ എ എന്ന് കൺസിഡർ ചെയ്തിരിക്കുന്നു. സൊല്യൂട്ട് എന്ന് പറയുന്നത് പൊട്ടാസ്യം അയോഡൈഡ് ആണ്. അതിനെ ബി എന്നും കൺസിഡർ ചെയ്തിരിക്കുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. നമുക്കറിയാം മൊത്തം സൊല്യൂഷൻ്റെ മാസ് 100 ഗ്രാം എന്ന് എടുത്താൽ വാട്ട് അബൌട്ട് ദ മാസ് ഓഫ് ദ സൊല്യൂട്ട്? പൊട്ടാസ്യം അയോഡൈഡിൻ്റെ മാസ് എത്രയാണ്? നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാം WB എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. WB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് സൊല്യൂട്ട്. WB ഈസ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട്, ഇറ്റ് ഈസ് ഈക്വൽ ടു 20 ഗ്രാം എന്ന് എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് സോൾവെൻ്റ് എത്രയാണ്? നമുക്ക് WA എന്ന് കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 മൈനസ് 20, ദാറ്റ് ഈസ് ഈക്വൽ ടു 80 ഗ്രാം എന്ന് പറയാം. ഇനി നമുക്കറിയാവുന്ന വേറൊരു കാര്യം, ഇത് നമ്മൾ സൊല്യൂട്ടിൻ്റെ വെയിറ്റ് കൺസിഡർ ചെയ്തു, സോൾവെൻറ്റിൻ്റെ വെയിറ്റും കൺസിഡർ ചെയ്തു. ഇനി നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത് സൊല്യൂട്ടിൻ്റെ മോളാർ മാസാണ്. എങ്ങനെയാണ് സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് കൺസിഡർ ചെയ്യുക? നമുക്കറിയാം ഇവിടെ നമ്മുടെ സൊല്യൂട്ട് എന്ന് പറയുന്നത് പൊട്ടാസ്യം അയോഡൈഡ് ആണ്. സോ പൊട്ടാസ്യം അയോഡൈഡിൻ്റെ മോളാർ മാസ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇറ്റ് ഈസ് സം ഓഫ് ആറ്റമിക് മാസ് ഓഫ് പൊട്ടാസ്യം ആൻഡ് അയോഡിൻ. പൊട്ടാസ്യം 39 ആണ് ആറ്റമിക് മാസ്, അയോഡിൻ്റെ 127 ആണ് ആറ്റമിക് മാസ്. നമ്മൾ ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് 166 ഗ്രാം മോൾ റേസ് ടു -1. ഇതാണ് നമ്മുടെ സൊല്യൂട്ടായിട്ടുള്ള പൊട്ടാസ്യം അയോഡൈഡിൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മോളാർ മാസിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? M എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. സൊല്യൂട്ട് ആയതുകൊണ്ട് MB എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. MB ഈസ് ഈക്വൽ ടു 166 ഗ്രാം മോൾ റേസ് ടു -1 അല്ലേ? നമുക്ക് ഓരോരോ പ്രോബ്ലംസിലേക്ക് കിടക്കാം. ആദ്യത്തെ നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് മൊളാലിറ്റി കണ്ടുപിടിക്കുകയാണ്. എങ്ങനെയാണ് മൊളാലിറ്റി കണ്ടുപിടിക്കുക? മൊളാലിറ്റി സ്മോൾ ലെറ്റർ M ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് solute divided by mass of solvent in kilogram. നമുക്കിതിനെ ഒന്ന് ഷോർട്ട് ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കും? മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് അല്ലേ? അതായത് WB ഡിവൈഡഡ് ബൈ MB. ഇനി മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാമോ? നമുക്കറിയാം മാസ് ഓഫ് സോൾവെൻറ്റ് നമ്മൾ WA എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് WA ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ 1000 എന്ന് എഴുതാം അല്ലേ? ഗ്രാമിലുള്ളതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. WB ബൈ MB, W ഡിവൈഡഡ് ബൈ WA ഇൻ ഗ്രാം ഡിവൈഡ് ബൈ 1000. ഒന്ന് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാം? WB by MB into 1000 divided by WA. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? WB എത്രയാണ്? 20 ഡിവൈഡഡ് ബൈ MB എന്ന് പറയുന്നത് 166. ഇത് ഗ്രാമാണ്, ഇത് ഗ്രാം പെർ മോളാണ്. ഇൻറ്റു 1000 ഡിവൈഡ് ബൈ WA എന്ന് പറയുന്നത് 80 ഗ്രാമാണ്. നമുക്ക് സോൾവ് ചെയ്യാം.
സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5 മോൾ മോൾ കിലോഗ്രാം റേസ് ടു -1. ഇങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? മൊളാലിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ അല്ലെങ്കിൽ മോൾ കിലോഗ്രാം റേസ് ടു -1 എന്നുള്ളതിന് പകരം വി ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ബൈ സ്മോൾ ലെറ്റർ m എന്ന് റെപ്രസെൻറ്റ് ചെയ്താലും മതി. ഈ ക്വസ്റ്റ്യനിൽ രണ്ടാമത്തെ സെക്ഷനിലേക്ക് പോകാം. രണ്ടാമത്തെ സെക്ഷൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ്. സൊല്യൂഷൻ്റെ പൊട്ടാസ്യം അയഡൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്തുണ്ടാകുന്ന ഒരു സൊല്യൂഷൻ്റെ മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ്. എന്താണ് മൊളാരിറ്റി? മൊളാരിറ്റി നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതിനുവേണ്ടി നമുക്കതിൻ്റെ ഇക്വേഷൻ ഒന്ന് കൺസിഡർ ചെയ്യാം. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് solute divided by total volume of solution in liter. ഇത് ഉപയോഗിച്ച് നമുക്ക് മൊളാരിറ്റി കണ്ടുപിടിക്കാം. ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കുന്നത് ഇവിടെ സൊല്യൂട്ട് പൊട്ടാസ്യം അയഡൈഡ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മാസും മോളാർ മാസും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഈ ഒരു സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, അതായത് 20 gram ആണ് ഇതിൻ്റെ മാസ്, ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഈസ് 166 gram മോൾ റേസ് ടു -1. ഇതാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ ആണ്. എങ്ങനെയാണ് ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ കണ്ടുപിടിക്കാം? നമുക്കത് നോക്കാം. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ഡെൻസിറ്റി ആണ്. ഇറ്റ് ഈസ് ഗിവൺ ഡെൻസിറ്റി ഓഫ് ദ സൊല്യൂഷൻ. ഡെൻസിറ്റി തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് വോളിയം കണ്ടുപിടിക്കാൻ പറ്റുക? അതിനുവേണ്ടി നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച ഒരു ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കണം. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. അതുകൊണ്ട് തന്നെ therefore വോളിയം ഈസ് ഈക്വൽ ടു മാസ് ബൈ ഡെൻസിറ്റി. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ്റെ വോളിയം എത്രയാണെന്ന് കണ്ടുപിടിക്കാം. വോളിയം ഓഫ് ദ സൊല്യൂഷൻ, ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഡെൻസിറ്റി ആണ് നമുക്കറിയാവുന്ന കാര്യം. സോ മാസ് ഓഫ് ദ സൊല്യൂഷൻ ഡിവൈഡ് ബൈ ഡെൻസിറ്റി. മാസ് ഓഫ് ദ സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് ദ സൊല്യൂഷൻ അല്ലേ? അതായത് മാസ് ഓഫ് ദ സൊല്യൂഷൻ എത്രയാണ്? ടോട്ടൽ മാസ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. സൊല്യൂട്ടിൻ്റെയും സോൾവെറ്റിൻ്റെയും കൂടിയിട്ടുള്ള മാസ് ഇറ്റ് ഈസ് 100 gram ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് ദ സൊല്യൂഷൻ. നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് 1.202 gram milliliter raised to -1. അതായത് മാസ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ചെയ്യുമ്പോൾ നമുക്ക് വോളിയം കിട്ടും. ദാറ്റ് ഈസ് 83.194 milliliter. ഇതാണ് ഇതിൻ്റെ വോളിയം നമുക്ക് കിട്ടിയിട്ടുള്ളത്. വോളിയം കിട്ടി, നമ്പർ ഓഫ് മോൾസും കിട്ടിയാൽ നമ്മൾ എങ്ങനെ ഇതിൻ്റെ മൊളാരിറ്റി കണ്ടുപിടിക്കും? therefore molarity is equal to, molarity equation നമുക്കറിയാം, നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ total volume of the solution. Okay, so substitute 20 gram divided by 166 gram, അതായത് number of moles divided by total volume of the solution എത്രയാണ് തന്നിരിക്കണേ? 83.14 milliliter ആണ്. അത് നമ്മൾ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 83.194 into 10 raised to -3 liter. 83.194 into 10 raised to -3 liter. ഇത് നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. നമ്മളൊക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1.45
മോൾ ലിറ്റർ റേസ് ടു -1. ഇത്രയുമാണ് ഈ ഒരു സൊല്യൂഷൻ്റെ മൊളാരിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ക്വസ്റ്റിലെ മൂന്നാമത്തെ സെക്ഷനിലേക്ക് കടക്കാം. മോൾ ഫ്രാക്ഷൻ ഓഫ് പൊട്ടാസ്യം ഹൈഡ്രൈഡ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഇക്വേഷൻ നോക്കാം. മോൾ ഫ്രാക്ഷൻ of a component is equal to number of moles of components divided by total number of moles of component. അല്ലേ, ഒരു സൊല്യൂഷനിൽ മോൾ ഫ്രാക്ഷൻ, ഒരു കമ്പോണൻ്റെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഏത് കമ്പോണൻ്റ് ആണോ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ കമ്പോണൻറ്റ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സൊല്യൂഷനിൽ ഏതൊക്കെ കമ്പോണൻസ് ആണുള്ളത്? നമുക്കറിയാം, പൊട്ടാസ്യം അയഡൈഡും വാട്ടറും. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് പൊട്ടാസ്യം അയഡൈഡ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് പൊട്ടാസ്യം അയഡൈഡ്. ഇനി നമുക്ക് ഒരു എളുപ്പത്തിനായിട്ട് NB എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. കാരണം ബി എന്ന് പറയുന്നത് സൊല്യൂട്ടിന് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്, N എന്ന് പറയുന്നത് നമ്പറാണ്. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണമെങ്കിൽ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് അല്ലേ. സോ 20 gram ഡിവൈഡഡ് ബൈ 160 gram എന്ന് ചെയ്യാം. ഗ്രാമും ഗ്രാമും ക്യാൻസൽ ചെയ്ത് പോകുന്നു. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് നമുക്ക് കിട്ടുന്നത് 0.120 എന്ന് പറയുന്ന നമ്പർ ഓഫ് മോൾസ് ആണ്. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത കമ്പോണൻ്റ് ആയിട്ടുള്ള വാട്ടറിൻ്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ H2O എന്ന് പറയുന്നത് ഇവിടെ സോൾവെൻ്റ് ആയതുകൊണ്ട് അതിന് നമുക്ക് Na എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. Na വാട്ടറിൻ്റെ മാസ് എത്രയാണ്? ഓൾറെഡി സിസ്റ്റത്തിൽ 20 gram പൊട്ടാസ്യം അയഡൈഡും ബാക്കി 80 gram വാട്ടറും എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ 80 gram ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് വാട്ടർ. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്, മോളാർ മാസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 18 ആണ്, 18 gram ആണ്. ഗ്രാമും ഗ്രാമും ക്യാൻസൽ ചെയ്ത് പോകുന്നു. നമുക്ക് എന്ത് കിട്ടുന്നു? നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ കിട്ടുന്നു 4.44 എന്ന് കിട്ടുന്നു. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് മോൾ ഫ്രാക്ഷൻ ഓഫ് പൊട്ടാസ്യം അയഡൈഡ് ആണ്. മോൾ ഫ്രാക്ഷൻ ഓഫ് പൊട്ടാസ്യം അയഡൈഡ്. ഇവിടെ മോൾ ഫ്രാക്ഷൻ നമുക്കറിയാം, നമ്മൾ കൈ എന്നാണ് സൂചിപ്പിക്കുന്നത്. സൊല്യൂട്ട് ആയതുകൊണ്ട് തന്നെ കൈ ബി എന്ന് സൂചിപ്പിക്കുന്നു. കൈ ബി ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ എഴുതാൻ പറ്റുക? Na ഡിവൈഡഡ് ബൈ Na പ്ലസ് NB. NB ഡിവൈഡഡ് ബൈ Na പ്ലസ് NB. എന്താണ് Na? Na എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ്, NB എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. ഓക്കെ, ഇവിടെ സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.120 ഡിവൈഡഡ് ബൈ 0.120 പ്ലസ് 4.44 എന്ന് എഴുതാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 0.026 ആണ്. ഈ രീതിയിൽ നമുക്ക് മോൾ ഫ്രാക്ഷനും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഹൈഡ്രജൻ സൾഫൈഡ് ഓർ H2S is a toxic gas with a rotten egg-like smell. It is used for the qualitative analysis. If the solubility of H2S in water at STP means standard temperature and pressure condition is 0.195 molal. Calculate Henry's law constant. ഈ ഒരു പ്രോബ്ലം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ സൾഫൈഡ് അല്ലെങ്കിൽ H2Sനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. H2S എന്നത് ചീഞ്ഞ മുട്ട, റോട്ടൺ എഗ്ഗിൻ്റെ സ്മെല്ലുള്ള ഒരു ഗ്യാസാണ് H2S. H2Sൻ്റെ സോലിബിലിറ്റിയാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ സോലിബിലിറ്റി മെഷർ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ കണ്ടീഷനിലാണ്, അറ്റ് STP കണ്ടീഷൻ. അതായത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെമ്പറേച്ചർ പ്രഷർ കണ്ടീഷനിൽ നമ്മളിവിടെ മെഷർ ചെയ്യുന്നു.
അപ്പോൾ മെഷർ ചെയ്തത് മൊളാലിറ്റി ആയിട്ടാണ് തന്നിട്ടുള്ളത്. മൊളാലിറ്റിയുടെ വാല്യൂ 0.195 ആണെങ്കിൽ ഹെൻറീസ് ലോ കോൺസ്റ്റൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതും ഹെൻറീസ് ലോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളിവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ നമുക്കറിയാവുന്ന പോലെ തന്നെ എന്താണ്? പാർഷ്യൽ പ്രഷർ ഈസ് ഈക്വൽ ടു KH ഇൻറ്റു മോൾ ഫ്രാക്ഷൻ. പാർഷ്യൽ പ്രഷർ P ഈസ് ഈക്വൽ ടു KH ഇൻറ്റു മോൾ ഫ്രാക്ഷൻ എന്ന ഇക്വേഷനാണ് നമ്മൾ ഈ തരത്തിൽ ഒരു പ്രോബ്ലത്തിൽ സാധാരണയായി ഉപയോഗിക്കേണ്ടത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള പാരാമീറ്റേഴ്സ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? മൊളാലിറ്റി തന്നിട്ടുണ്ട് 0.195 മൊളാൽ. അതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ് മീൻസ് 0.195 mole of H2S is dissolved in 1 kilogram of water. It means 0.195 mole of H2S is dissolved in 1 kilogram അല്ലെങ്കിൽ നമുക്ക് പറയാം 1000 gram of water. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള വാല്യൂൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് 2 കമ്പോണൻസ് ആണ് കൺസിഡർ ചെയ്യാനുള്ളത്, H2Sഉം അതോടൊപ്പം തന്നെ വാട്ടറും അല്ലേ. അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് H2S കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? നമ്പർ ഓഫ് മോൾസ് ഓഫ് H2S വേണം, അതുപോലെ നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ വേണം അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്ക് നോക്കാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ ഇൻ 1000 gram അല്ലെങ്കിൽ 1 kilogram ഓഫ് വാട്ടർ. 1000 gram അല്ലെങ്കിൽ 1 kilogram ഓഫ് വാട്ടറിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ എങ്ങനെ കണ്ടുപിടിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 gram ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് വാട്ടർ. നമുക്ക് എപ്പോഴും അറിയാവുന്ന പോലെ തന്നെ മോളാർ മാസ് ഓഫ് വാട്ടർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആറ്റമിക് നമ്പർ ഓഫ് ഹൈഡ്രജനും ആറ്റമിക് മാസ് ഓഫ് ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? മോളാർ മാസ് ഓഫ് വാട്ടർ കിട്ടും. ഇറ്റ് ഈസ് ഈക്വൽ ടു 18 gram. ഈ ഒരു 1000 ഡിവൈഡ് ബൈ 18 നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് 55.5 മോൾ എന്നുള്ളത്. അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ ഇൻ 1 ലിറ്റർ. 1 ലിറ്റർ വെള്ളത്തിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് കണ്ടുപിടിക്കാം? മോൾ ഫ്രാക്ഷൻ ഓഫ് H2S കണ്ടുപിടിക്കാം. മോൾ ഫ്രാക്ഷൻ Chi ഓഫ് H2S ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് H2S ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് H2S പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ. നമ്പർ ഓഫ് മോൾസ് ഓഫ് H2S എത്രയാണ്? ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 0.195 മോൾ. 0.195 ഡിവൈഡഡ് ബൈ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് H2S പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ, ദാറ്റ് ഈസ് 0.195 പ്ലസ് 55.5 മോൾ. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? Chi കിട്ടും അല്ലേ. Chi ഓഫ് H2S കിട്ടും, അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് H2S കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.0035 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്തോ കിട്ടി? മോൾ ഫ്രാക്ഷൻ ഓഫ് H2S നമുക്ക് കിട്ടി. നമുക്ക് ഇതുവഴി എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇവിടെ ഈ ഇക്വേഷനിലെ ഹെൻറീസ് ലോ കോൺസ്റ്റൻ്റ് ആണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. പാർഷ്യൽ പ്രഷർ ഈസ് ഈക്വൽ ടു ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ് ഇൻറ്റു മോൾ ഫ്രാക്ഷൻ. ഓക്കെ, ഇനി എങ്ങനെയാണ് KH നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? നമുക്കറിയാം KH ഈസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഡിവൈഡഡ് ബൈ മോൾ ഫ്രാക്ഷൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പാർഷ്യൽ പ്രഷർ എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? എങ്ങനെയാണ് പാർഷ്യൽ പ്രഷർ കിട്ടുക? ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മൾ ഒന്നും കൂടെ ശ്രദ്ധിച്ച് വായിക്കണം. പാർഷ്യൽ പ്രഷർ കിട്ടുന്നത് in this reaction or in this consideration, the reaction taking place at standard temperature and pressure.
സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയുമ്പോൾ പ്രഷർ നമ്മൾ എടുക്കേണ്ടത് 1 ബാർ അല്ലെങ്കിൽ 1 atm എന്നാണ്. ഇവിടെ എല്ലാം കൺസിഡർ ചെയ്തിരിക്കുന്നു കാരണം പാർഷ്യൽ പ്രഷറിനെ നമുക്ക് 1 ബാർ എന്ന് എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബാർ ഡിവൈഡഡ് ബൈ മോൾ ഫ്രാക്ഷൻ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 0.0035. 0.0035. കാൽക്കുലേഷൻ ചെയ്യാം. 1 ഡിവൈഡ് ബൈ 0.0035 നമുക്ക് കിട്ടുന്നത് 285.9 ബാർ എന്നാണ്. ഇതുവഴി നമുക്ക് ഇത്തരം പ്രോബ്ലംസിൻ്റെ ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം. ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് ഫോർ കാർബൺ ഡയോക്സൈഡ് ഇൻ വാട്ടർ ഈസ് 1.67 into 10⁸8 Pascal at 298 Kelvin. Calculate the quantity of carbon dioxide in 500 ml of soda water when packed under 2.5 atmosphere carbon dioxide pressure at 298 Kelvin. ഈ ഒരു പ്രോബ്ലം ഹെൻറീസ് ലോയിനോട് റിലേറ്റ് ചെയ്തതാണ്. ഇവിടെ എന്തോ കാര്യങ്ങളാണ് തന്നിരിക്കുന്നതെന്ന് നോക്കാം. കാർബൺ ഡയോക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്തുണ്ടാകുന്ന ഒരു സൊല്യൂഷനിൽ ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് ഓഫ് കാർബൺ ഡയോക്സൈഡ് തന്നിട്ടുണ്ട്. ഈ ഒരു ഡിസൊല്യൂഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ സോലിബിലിറ്റി നടക്കുന്നത് 298 Kelvin ടെമ്പറേച്ചറിലാണ്, അതായത് ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ്. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ക്വാണ്ടിറ്റി ഓഫ് കാർബൺ ഡയോക്സൈഡ് ഈസ് പ്രസൻറ്റ് ഇൻ 500 ml ഓഫ് സോഡ വാട്ടർ. 500 ml സോഡ വാട്ടറിൽ ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ അളവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത്തരമൊരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ഹെൻറീസ് ലോ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് വി ഹാവ് ടു റൈറ്റ് ദ ഹെൻറീസ് ലോ ഇക്വേഷൻ. സോ അക്കോർഡിംഗ് ടു ഹെൻറീസ് ലോ നമുക്ക് എഴുതാം partial pressure is directly proportional to mole fraction. That is partial pressure is equal to KH into mole fraction. ഇതിൽ നമുക്ക് ആദ്യം മോൾ ഫ്രാക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. മോൾ ഫ്രാക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? മോൾ ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഡിവൈഡഡ് ബൈ ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ്. പാർഷ്യൽ പ്രഷർ നമ്മുടെ ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.5 atm ഡിവൈഡഡ് ബൈ ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റും തന്നിട്ടുണ്ട് 1.67 into 10⁸8 പാസ്കൽ. 1.67 into 10⁸8 പാസ്കൽ. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് ATM അറ്റ്മോസ്ഫിയറിൻ്റെ യൂണിറ്റിലും അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ യൂണിറ്റിലും KH അല്ലെങ്കിൽ ഹെൻറീസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് പാസ്കൽ യൂണിറ്റിലുമാണ്. അതുകൊണ്ട് തന്നെ അറ്റ്മോസ്ഫിയറിനെ പാസ്കലിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമുക്കറിയാവുന്നത് പോലെ തന്നെ 1 atm ഈസ് ഈക്വൽ ടു 10⁵5 പാസ്കൽ എന്ന് കൺസിഡർ ചെയ്യാം. സോ വി ക്യാൻ റൈറ്റ് 2.5 into 10⁵5 പാസ്കൽ ഡിവൈഡഡ് ബൈ 1.67 into 10⁸8 പാസ്കൽ. ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോൾ ഫ്രാക്ഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.0015 എന്ന് എഴുതാം. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് മോൾ ഫ്രാക്ഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ആണ്. ഇനി മോൾ ഫ്രാക്ഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? നമ്പർ ഓഫ് കാർബൺ ഡയോക്സൈഡ് ആണ് അല്ലേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള മറ്റൊരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് വാട്ടർ ആണ്. ഇവിടെ എമൗണ്ട് ഓഫ് വാട്ടർ എന്ന് തന്നിരിക്കുന്നത് എത്രയാണ്? 500 ml. സോ എമൗണ്ട് ഓഫ് വാട്ടർ ഇറ്റ് ഈസ് ഗിവൺ ആസ് 500 ml. 500 ml എന്ന് പറയുന്നതിനെ നമ്മൾ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 500 gram എന്ന് എഴുതാം. ഇതിലെ നമ്പർ ഓഫ് മോൾസ് ഒന്ന് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ, ദാറ്റ് ഈസ് NH2O എന്ന് എഴുതാം അല്ലേ. നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ NH2O എന്ന് പറയുന്നത് എന്താണ്? ഗ്രാം ഡിവൈഡഡ് ബൈ മോളാർ മാസ്. വെയിറ്റ് എന്ന് പറയുന്നത് 500 gram ആണ്, ഡിവൈഡഡ് ബൈ വാട്ടറിൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 18 gram ആണ്. ഈ ഒരു കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 27.78 എന്ന് കിട്ടും. 27.78 മോൾ എന്ന് കിട്ടുന്നു. ഇതെന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? നമ്പർ ഓഫ് മോൾസ് ഓഫ്
വാട്ടർ ആണ്. നമുക്ക് എന്താണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് നമ്പർ ഓഫ് വാട്ടർ. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിക്കാം. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദിസ്. നമ്പർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് നമുക്കറിയില്ല. സോ NCO2 ഡിവൈഡഡ് ബൈ NCO2 പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 27.78 മോൾ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് കൈ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അറിയാം, നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാം. ഓക്കെ, കൈ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 0.0015. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് 27.78. പിന്നെ സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് CO2 ഈസ് ഈക്വൽ ടു 0.417 മോൾ എന്ന് കിട്ടുന്നു. 0.417 മോൾ എന്ന് കിട്ടുന്നു. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ ഈ നമ്പർ ഓഫ് മോൾസിനെ നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസിനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുക? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ്. മോളാർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിക്കാം. മോളാർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ഈക്വൽ ടു കാർബൺ മാസ് നമ്പർ 12 പ്ലസ് ഓക്സിജൻ 16 into 2, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 44 gram mole raised to -1. So multiply it with 44. 44 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് വിൽ ബി കൺവേർട്ട് ഇൻ ടു ഗ്രാം. 1.836 ഗ്രാം. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിക്കാം. ഇനി നമ്മൾ പഠിച്ച പോർഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നോക്കാം. ദ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ലിക്വിഡ്സ് A and B are 450 and 700 mm of mercury respectively at 350 Kelvin. Find out the composition of the liquid mixture if total vapor pressure is 600 millimeter mercury. Also find the composition of the vapor phase. എന്താണ് ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? ഈ ക്വസ്റ്റ്യനിൽ പ്യുവർ ലിക്വിഡ്സ് ആയിട്ടുള്ള A എന്നും B എന്നും പറയുന്ന രണ്ട് ലിക്വിഡ്സിൻ്റെ വേപ്പർ പ്രഷേഴ്സ് അറ്റ് 350 കെൽവിൻ ടെമ്പറേച്ചറിലുള്ള വേപ്പർ പ്രഷേഴ്സ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ലിക്വിഡ് മിക്സ്ചർ ആയിരിക്കുമ്പോഴുള്ള ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് 600 mm of Hg ആണെന്നും തന്നിരിക്കുന്നു. ഈ ഇൻഫർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു കോമ്പോസിഷൻ രണ്ട് ലിക്വിഡ്സും A എന്നും B എന്നും പറയുന്ന രണ്ട് ലിക്വിഡ്സും ലിക്വിഡ് ഫേസിലും വേപ്പർ ഫേസിലും ഇരിക്കുമ്പോഴുള്ള കോമ്പോസിഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണോ അത് നമുക്ക് എടുത്തെഴുതാം. ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്? പ്യുവർ കമ്പോണൻസിൻ്റെ വേപ്പർ പ്രഷർ തന്നിട്ടുണ്ട്. A എന്നും B എന്നുമുള്ള രണ്ട് കമ്പോണൻസ് ആണ്. അതിൻ്റെ പ്യുവർ സ്റ്റേറ്റിലിരിക്കുമ്പോഴുള്ള വേപ്പർ പ്രഷർ തന്നിട്ടുണ്ട്. നമുക്കറിയാം പ്യുവർ സ്റ്റേറ്റിലിരിക്കുമ്പോഴുള്ള വേപ്പർ പ്രഷർ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? നമുക്ക് P0A ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് അറിയാം? 450 mm Hg എന്ന് തന്നിരിക്കുന്നു. അതുപോലെ രണ്ടാമത്തെ കമ്പോണൻ്റായ B എന്നതിൻ്റെ പ്യുവർ സ്റ്റേറ്റിലിരിക്കുമ്പോഴുള്ള വേപ്പർ പ്രഷർ എത്രയാണ്? P0B ഈസ് ഈക്വൽ ടു 700 mm of Hg എന്നും തന്നിരിക്കുന്നു. അടുത്തൊരു പാരാമീറ്ററായി നമ്മുടെ ക്വസ്റ്റ്യനിൽ കാണുന്നത് ഏതാണ്? ടോട്ടൽ വേപ്പർ പ്രഷറാണ്. ടോട്ടൽ വേപ്പർ പ്രഷർ നമ്മൾ എങ്ങനെ സൂചിപ്പിക്കാം? നമുക്കറിയാം P ടോട്ടൽ ഈസ് ഈക്വൽ ടു 600 mm Hg എന്നും തന്നിരിക്കുന്നു. ഇത്രയും പാരാമീറ്റേഴ്സാണ് നമ്മൾക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്.
ഇനി നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ നമ്മളിവിടെ ഉപയോഗിക്കണം. ഏതാണ് ആ ഇക്വേഷൻ നോക്കാം. എങ്ങനെയാണ് പി ടോട്ടൽ കണ്ടുപിടിക്കുന്നത്? പി ടോട്ടൽ ഈസ് ഈക്വൽ ടു എന്താണ്? P0 A chi A പ്ലസ് P0 B chi B. രണ്ട് കമ്പോണൻസ് ആയിട്ടുള്ള എയും ബിയും നമ്മൾ കൺസിഡർ ചെയ്താൽ ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? P0 A chi A പ്ലസ് P0 B chi B. ഇവിടെ ഈ ഇക്വേഷനെ നമ്മുടെ ഒരു സൗകര്യത്തിന് വേണ്ടി ഒന്ന് മോഡിഫൈ ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ബൈനറി സൊല്യൂഷനിൽ രണ്ട് മിക്സ്ചേഴ്സ് ഉണ്ടെങ്കിൽ, എ എന്നും ബി എന്നും പറയുന്ന രണ്ട് മിക്സ്ചേഴ്സ് ഉണ്ടെങ്കിൽ അവയുടെ മോൾ ഫ്രാക്ഷൻസ് തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? നമുക്കറിയാം chi A പ്ലസ് chi B ഈസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് പറയാം. രണ്ട് കമ്പോണൻസ് ആയിട്ടുള്ള എയുടെയും ബിയുടെയും മോൾ ഫ്രാക്ഷൻസിൻ്റെ സം എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റിയാണ്. അതുകൊണ്ട് തന്നെ chi A എന്നതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? chi A ഈസ് ഈക്വൽ ടു 1 മൈനസ് chi B എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഈ ഒരു റെപ്രസെൻറ്റേഷൻ നമുക്കറിയാവുന്ന പി ടോട്ടൽ എന്ന് പറയുന്ന ഇക്വേഷനിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു P0 A ഇൻറ്റു 1 മൈനസ് chi B പ്ലസ് P0 B ഇൻറ്റു chi B. ഇതിനെ നമുക്ക് ഒരു മാത്സിൻ്റെ ഹെൽപ്പോട് കൂടി അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഫോർമുലയെ നമുക്കിതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു P0 A മൈനസ് P0 A chi B പ്ലസ് P0 B chi B. ഒന്നും കൂടെ അറേഞ്ച് ചെയ്യാലോ? ഇങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു P0 A പ്ലസ് chi B. ഇതിലെ രണ്ടിലെയും കോമൺ ആയിട്ടുള്ള ടേമാണ് chi B. chi Bയെ നമ്മൾ പുറത്തെടുക്കുന്നു. chi B ഇൻറ്റു P0 B മൈനസ് P0 A എന്നെഴുതാം. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് പി ടോട്ടലാണ്. നമുക്കറിയാം പി ടോട്ടൽ ഈസ് ഈക്വൽ ടു P0 A പ്ലസ് chi B ഇൻറ്റു P0 B മൈനസ് P0 A എന്നെഴുതാം. ഇതിലെ പി ടോട്ടൽ എന്ന പാരാമീറ്റർ നമുക്കറിയാം. P0 A അറിയാം, P0 B അറിയാം. നമുക്ക് എന്താണ് ഇതിൽ കണ്ടുപിടിക്കാനുള്ളത്? chi B ആണ് അല്ലേ? അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷനെ chi B എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള രീതിയിലേക്ക് മാറ്റി എഴുതാവുന്നതാണ്. chi B ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? chi B ഈസ് ഈക്വൽ ടു പി ടോട്ടൽ മൈനസ് P0 A ഡിവൈഡഡ് ബൈ P0 B മൈനസ് P0 A എന്ന് എഴുതാവുന്നതാണ്. ഇപ്പോൾ നോക്കൂ, chi B നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം? നമുക്കറിയാവുന്ന പി ടോട്ടൽ, P0 A, P0 B എന്ന് പറയുന്ന വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? chi B എന്ന ടേം അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻറ്റ് B എന്ന ടേം നമുക്ക് ലഭിക്കും. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. പി ടോട്ടൽ എത്രയാണ്? പി ടോട്ടൽ 600 mmHg മൈനസ് P0 A എത്രയാണ്? 450 mmHg ഹോൾ ഡിവൈഡഡ് ബൈ P0 B 700 mmHg minus again P0 A 450 mmHg. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഇക്വേഷനിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യൂണിറ്റ്സോടുകൂടെ വിത്ത് യൂണിറ്റ്സ് എപ്പോഴും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് അവസാനം യൂണിറ്റ് എഴുതുന്നതിന് ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, നമുക്ക് ഈ ഒരു കാൽക്കുലേഷൻ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.6 ആണ്. എന്തിൻ്റെ മോൾ ഫ്രാക്ഷൻ? ബി എന്ന് പറയുന്ന കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ. ഇനി ഇത് ലിക്വിഡ് ഫേസിലിരിക്കുമ്പോൾ ബി എന്ന് പറയുന്ന കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷനാണ്. ഇതുപോലെ എന്ത് കണ്ടുപിടിക്കണം? ലിക്വിഡ് ഫേസിലെ തന്നെ എ എന്ന് പറയുന്ന കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? അവിടെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഇക്വേഷനാണ് chi A പ്ലസ് chi B ഈസ് ഈക്വൽ ടു 1. Therefore chi A ഈസ് ഈക്വൽ ടു 1 മൈനസ് chi B. സോ chi A എങ്ങനെ കണ്ടുപിടിക്കാം? chi A ഈസ് ഈക്വൽ ടു 1 മൈനസ് chi B എന്ന ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. chi B നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട് 0.6 ആണ് അല്ലേ? സോ 1 മൈനസ് 0.6 എന്ത് കിട്ടും? നമുക്കറിയാം 0.4. ഇത്തരത്തിൽ
രണ്ട് കമ്പോണൻസ് ആയിട്ടുള്ള എയുടെയും ബിയുടെയും മോൾ ഫ്രാക്ഷൻസ് ലിക്വിഡ് ഫേസിൽ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു. ലിക്വിഡ് ഫേസിൽ എത്ര വീതമാണ് വരുന്നത്? എ എന്ന് പറയുന്ന കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ 0.4ഉം ബി എന്ന് പറയുന്ന കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ 0.6ഉം എന്നായിട്ട് നമുക്ക് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്? വേപ്പർ ഫേസിലിരിക്കുമ്പോൾ ഈ രണ്ട് കമ്പോണൻസിൻ്റെയും മോൾ ഫ്രാക്ഷൻസ് എത്രയായിരിക്കും എന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. എയും ബിയും ആയിട്ടുള്ളൊരു മിക്സ്ചറിൻ്റെ വേപ്പർ ഫേസിലുള്ള കോമ്പോസിഷനാണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി വേപ്പർ ഫേസിൽ എയും ബിയുടെയും വേപ്പർ പ്രഷർ YA എന്നും YB എന്നും കൺസിഡർ ചെയ്യാം. ലെറ്റ് ദ composition of A and B in vapor phase. Vapor phaseൽ A എന്നും B എന്നുമുള്ള കമ്പോണൻസിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് is YA and YB റെസ്പെക്റ്റീവ്ലി. YA എന്നും YB എന്നും നമ്മളെടുത്തു. ഇനി നമുക്കറിയാവുന്ന ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. അതിനുവേണ്ടി അക്കോർഡിംഗ് ടു റോൾസ് ലോ പി എ എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? പാർഷ്യൽ പ്രഷർ ഓഫ് എ ഈസ് ഈക്വൽ ടു കൈ എ ഇൻറ്റു P0A. അതായത് എന്താണ് കൈ എ എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ ഓഫ് ദ കമ്പോണൻറ്റ് എ. P0A എന്ന് പറയുന്നത് പ്യുവർ സ്റ്റേറ്റിലിരിക്കുമ്പോൾ എ എന്ന് പറയുന്ന കമ്പോണൻറ്റിൻ്റെ വേപ്പർ പ്രഷർ നമുക്കറിയാവുന്ന വാല്യൂസ് ആണ് അല്ലേ. കൈ എ എത്രയാണ്? 0.4 ഇൻറ്റു P0A എന്ന് പറയുന്നത് 450 mmHg. ഇതിൽ സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പാർഷ്യൽ പ്രഷർ ഓഫ് എ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 180 mmHg എന്ന് കിട്ടുന്നു. ഇതുപോലെ തന്നെ പാർഷ്യൽ പ്രഷർ ഓഫ് ബി നമുക്ക് കണ്ടുപിടിക്കാം. പാർഷ്യൽ പ്രഷർ ഓഫ് ബി എങ്ങനെയാണ്? കൈ ബി ഇൻറ്റു P0B. പാർഷ്യൽ പ്രഷർ ഓഫ് ബി എന്ന് പറയുന്നത് കമ്പോണൻ്റ് ആയിട്ടുള്ള ബിയുടെ മോൾ ഫ്രാക്ഷനും പ്യുവർ സ്റ്റേറ്റിലിരിക്കുമ്പോഴുള്ള അതിൻ്റെ പാർഷ്യൽ പ്രഷറിൻ്റെ അല്ലെങ്കിൽ വേപ്പർ പ്രഷറിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് അല്ലേ. ദാറ്റ് ഈസ് PB ഈസ് ഈക്വൽ ടു കൈ ബി ഇൻറ്റു P0B എന്ന് എഴുതാം. ഇവിടെയും നമുക്ക് ഉള്ള വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു കൈ ബി നമുക്കറിയാം 0.6 ആണ് ഇൻറ്റു P0B എന്നുള്ളത് 700 mmHg ആണ്. 700 mmHg ആണ്. ഈ ഒരു ഇക്വേഷനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 420 mmHg എന്ന് ലഭിക്കുന്നു. ഇത്തരത്തിൽ പാർഷ്യൽ പ്രഷർ ഓഫ് എയും പാർഷ്യൽ പ്രഷർ ഓഫ് ബിയും നമുക്ക് കിട്ടി. ഇനി നമുക്കറിയാവുന്ന മറ്റൊരു ഇക്വേഷൻ ഉണ്ട് അല്ലേ. പാർഷ്യൽ പ്രഷറും പി ടോട്ടലും മോൾ ഫ്രാക്ഷനും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ. എന്താണ് ഇക്വേഷൻ? പാർഷ്യൽ പ്രഷർ ഈസ് ഈക്വൽ ടു പി ടോട്ടൽ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് component in vapor phase. Mole fraction of component in vapor phase എന്ന് എഴുതാം അല്ലേ. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷനെ നമുക്ക് ഏത് രൂപത്തിലേക്ക് ആക്കാം? അതിൻ്റെ ടേംസ് ഒന്ന് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. എന്താണ് പാർഷ്യൽ പ്രഷർ? നമ്മൾ ഉപയോഗിക്കുന്ന ടേം PA ആണ്. പി ടോട്ടൽ എന്ന് തന്നെ റെപ്രസെൻറ്റ് ചെയ്യാം. മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻറ്റ് ഇൻ വേപ്പർ ഫേസ്. നമുക്ക് രണ്ട് കമ്പോണൻസ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നു, എയും ബിയും. വേപ്പർ ഫേസിലിരിക്കുമ്പോഴുള്ള അവയുടെ മോൾ ഫ്രാക്ഷൻ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്? YA എന്നും YB എന്നും. സോ ഫോർ എ എന്ന് പറയുന്ന കമ്പോണൻറ്റിന് നമുക്ക് എഴുതാം ദാറ്റ് ഈസ് ഈക്വൽ ടു YA. അങ്ങനെയാണെങ്കിൽ YA നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ദെർഫോർ YA ഈസ് ഈക്വൽ ടു ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ദാറ്റ് ഈസ് PA ഡിവൈഡഡ് ബൈ P ടോട്ടൽ എന്ന് എഴുതാം. PA എത്രയാണ്? PA നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 180 mmHg. ദാറ്റ് ഈസ് ഈക്വൽ ടു 180 mmHg the whole divided by
P total നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് എത്രയാണ് 600 mmHg. 180 divided by 600 നമുക്ക് കിട്ടുന്ന വാല്യൂ 0.3. ഇങ്ങനെ നമുക്ക് എന്ത് കിട്ടി? മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഇൻ വേപ്പർ ഫേസ്. വേപ്പർ ഫേസിലിരിക്കുമ്പോഴുള്ള എ എന്ന് പറയുന്ന കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ നമുക്ക് കിട്ടി എന്താണെന്ന് 0.3 ആണെന്ന്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വേപ്പർ ഫേസിലിരിക്കുമ്പോഴുള്ള ബി എന്ന് പറയുന്ന കമ്പോണൻറ്റിൻ്റെ വേപ്പർ പ്രഷർ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് നമ്മൾ ഈ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക? ഇതേപോലെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമുക്കറിയാവുന്ന വളരെ ഈസി മെത്തേഡ് ഏതാണ്? YB is equal to 1 minus YA, that is equal to 1 minus 0.3, that is equal to 0.7. ഇത്തരത്തിൽ വേപ്പർ ഫേസിലിരിക്കുമ്പോഴുള്ള രണ്ട് കമ്പോണൻസിൻ്റെയും എയുടെയും ബിയുടെയും കോമ്പോസിഷൻ നമുക്ക് കിട്ടി. YA എന്നും YB എന്നും ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. ഇത്രയുമാണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ കണ്ടുപിടിക്കേണ്ടത്. എ എന്നും ബി എന്നും പറയുന്ന കമ്പോണൻ്റ് ലിക്വിഡ് ഫേസിലും അതുപോലെ തന്നെ വേപ്പർ ഫേസിലുമുള്ള മോൾ ഫ്രാക്ഷൻസും അവയുടെ കോമ്പോസിഷൻസും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. നമ്മൾ പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നോക്കാം. ഇൻടെക്സ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള 2.9 ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. Vapor pressure of pure water at 298 Kelvin is 23.8 mmHg. 50 gram of urea is dissolved in 850 gram of water. Calculate the vapor pressure of water for the solution and its relative lowering. അതായത് ഇവിടെ ഒരു പ്യുവർ സോൾവൻ്റ് ആയിട്ടുള്ള വാട്ടറിൻ്റെ പ്യുവറസ്റ്റ് ഫോമിലിരിക്കുമ്പോഴുള്ള വേപ്പർ പ്രഷർ തന്നിട്ടുണ്ട് 23.8 എന്നാണ് തന്നിരിക്കുന്നത്. 23.8 mm of Hg. ഇത്തരത്തിലിരിക്കുന്ന വാട്ടറിലേക്ക് 850 ഗ്രാം വാട്ടറിലേക്ക് 50 ഗ്രാം ഓഫ് യൂറിയ എന്ന് പറയുന്ന സൊല്യൂട്ട് ആഡ് ചെയ്യപ്പെടുന്നു. ഇത്തരത്തിൽ സൊല്യൂട്ട് ആഡ് ചെയ്യപ്പെട്ടപ്പോൾ വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ കുറഞ്ഞു അല്ലേ? അങ്ങനെ കുറഞ്ഞതിന് ശേഷം എത്തിയ വേപ്പർ പ്രഷർ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതുപോലെ റിലേറ്റീവ് ലോവറിങ്ങും എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ചെയ്തു തുടങ്ങാം. അതിനുവേണ്ടി ക്വസ്റ്റിൽ തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി തന്നിട്ടുള്ളത് വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ വാട്ടർ ആണ്. വാട്ടർ ഒരു സോൾവൻ്റ് ആയതുകൊണ്ട് നമ്മൾ അതിനെ കമ്പോണൻറ്റ് 1 എന്നെടുക്കുന്നു. നമുക്കറിയാം പ്യുവർ വാട്ടർ അല്ലെങ്കിൽ പ്യുവർ ഫോമിലിരിക്കുമ്പോഴുള്ള വേപ്പർ പ്രഷർ നമ്മൾ സാധാരണയായി റെപ്രസെൻറ്റ് ചെയ്യുന്നത് P01 എന്നാണ്. സോ P01 എന്ന് പറയുന്നത് എത്രയാണ് തന്നിരിക്കുന്നു? 23.8 mmHg എന്നായി തന്നിരിക്കുന്നു. അതിനുശേഷം തന്നിട്ടുള്ള അടുത്തൊരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് 50 ഗ്രാം ഓഫ് യൂറിയ ആണ് ഡിസോൾവ് ചെയ്തിരിക്കുന്നതെന്നാണ്. അതായത് W2 എന്ന് പറയുന്നത് എത്രയാണ്? 50 ഗ്രാം. എന്തുകൊണ്ടാണ് 2 എന്നെടുക്കാനുള്ള കാരണം? 2 എന്ന് പറയുന്നത് 2 റെപ്രസെൻറ്റ്സ് സൊല്യൂട്ടാണ്. സൊല്യൂട്ടിൻ്റെ മാസാണ് 50 ഗ്രാം എന്ന് പറയുന്നത്. ഇത് 50 ഗ്രാം യൂറിയ എത്ര എമൗണ്ട് ഓഫ് സോൾവെൻറ്റിലേക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത്? 850 ഗ്രാം ഓഫ് വാട്ടറിലേക്കാണ്. അതുകൊണ്ട് തന്നെ W1 ഈസ് ഈക്വൽ ടു 850 ഗ്രാം എന്നും തന്നിരിക്കുന്നു. ഇനി എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടോ? ഇത്രയും ഇൻഫർമേഷൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ നിന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് എന്താണ്? നമുക്ക് P1 കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ, അതായത് P01 മൈനസ് P1 ഡിവൈഡഡ് ബൈ P01 എന്നത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ഈ ഒരു കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമുക്ക് സൊല്യൂട്ടിൻ്റെയും സോൾവെൻറ്റിൻ്റെയും മോളാർ മാസസ് ആവശ്യമാണ്. നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. മോളാർ മാസ് ഓഫ് യൂറിയ, മോളാർ മാസ് ഓഫ് യൂറിയയുടെ കെമിക്കൽ കോമ്പോസിഷൻ നമുക്ക് തന്നിട്ടുണ്ട് NH2CO NH2. ഇതിനെ നമുക്ക് M2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, NH2CO NH2. ഇവിടെ നൈട്രജൻ്റെയും ഹൈഡ്രജൻ്റെയും കാർബണിൻ്റെയും ഓക്സിജൻ്റെയും ആറ്റോമിക് മാസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മോളാർ മാസ് ഓഫ് യൂറിയ കിട്ടും. നോക്കാം. 14 പ്ലസ് 2 × 1 പ്ലസ് കാർബണിൻ്റെ 12 ആണ്,
ഓക്സിജൻ്റെ 16 ആണ്, നൈട്രജൻ്റെ 14 ആണ്, ഹൈഡ്രജൻ്റെ 1 ആണ് അല്ലേ. ഇത്രയും ആഡ് ചെയ്ത് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് യൂറിയയുടെ മോളാർ മാസ് ആണ്. യൂറിയയുടെ മോളാർ മാസ് 60 gram per mole എന്നായി കിട്ടുന്നു. ഇതുപോലെ മോളാർ മാസ് ഓഫ് വാട്ടർ, മോളാർ മാസ് ഓഫ് വാട്ടർ കണ്ടുപിടിക്കാം. വാട്ടറിൻ്റെ കെമിക്കൽ ഫോർമുല നമുക്കറിയാം അല്ലേ. വാട്ടറിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് H2O ആണ്. ഇവിടെ വാട്ടർ എന്ന് പറയുന്നത് സോൾവൻ്റ് ആയതുകൊണ്ട് മോളാർ മാസ് M1 എന്ന് സൂചിപ്പിക്കുന്നു. 2 × 1 + 16 അതായത് 18 gram per mole എന്നതാണ് വാട്ടറിൻ്റെ മോളാർ മാസ്സായി കിട്ടുന്നത്. നമുക്ക് വേണ്ട പാരാമീറ്റേഴ്സ് എല്ലാം കിട്ടി. ഇനി നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? P1 കണ്ടുപിടിക്കണം, അതുപോലെ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറും കണ്ടുപിടിക്കണം. ഓക്കെ, അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. നമുക്കറിയാം അക്കോർഡിംഗ് ടു റോൾസ് ലോ, അക്കോർഡിംഗ് ടു റോൾസ് ലോ നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ്? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. P01 minus P1 divided by P01 is equal to എന്താണ്? ഇത് എന്ന് പറയുന്നത് Chi2-ന് ഈക്വലൻ്റ് ആണ്. Chi2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ആണ്. മോൾ ഫ്രാക്ഷൻ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ദാറ്റ് ഈസ് ഈക്വൽ ടു N2 ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. എന്നാൽ ഫോർ ഡൈല്യൂട്ട് സൊല്യൂഷൻസിന് നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഡൈല്യൂട്ട് സൊല്യൂഷൻസിന് ഫോർ ഡൈല്യൂട്ട് സൊല്യൂഷൻസ് N2 എന്ന് പറയുന്നത് വെരി വെരി ലെസ് ദാൻ N1 ആണ്. അതായത് സൊല്യൂട്ടൻ്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് സോൾവൻ്റ് നമ്പർ ഓഫ് മോൾസിനേക്കാളും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ N2 is very very less than N1 ആയതുകൊണ്ട് we can neglect the N2 term in the denominator. ഡിനോമിനേറ്ററിലുള്ള N2 ടേമിനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇക്വേഷൻ ഏത് രൂപത്തിലായിരിക്കും എഴുതേണ്ടത്? P01 minus P1 divided by P01 is equal to N2 by N1 എന്ന് നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. എന്താണ് N2 by N1? N2 by N1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സോൾവൻ്റ് അല്ലേ. N2 എന്നത് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ദാറ്റ് ഈസ് ഈക്വൽ ടു W2 ഡിവൈഡഡ് ബൈ M2 ഹോൾ ഡിവൈഡഡ് ബൈ W1 ഡിവൈഡ് ബൈ M1 എന്ന് സൂചിപ്പിക്കാം. അതുകൊണ്ട് തന്നെ ഇക്വേഷൻ നമ്മൾ ഒന്നുകൂടെ മോഡിഫൈ ചെയ്യുന്നു. P01 മൈനസ് P1 ഡിവൈഡ് ബൈ P01 ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ ഒന്നുകൂടെ മോഡിഫൈ ചെയ്ത് എഴുതാം. നമുക്ക് കിട്ടും W2 M1 ഡിവൈഡഡ് ബൈ W1 M2 എന്നുള്ളത്. ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇതിൽ നിന്നും നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ എന്താണ്? P1-ൻ്റെ ആണ് അല്ലേ. P1-ൻ്റെ വാല്യൂ നമുക്കറിയില്ല, അത് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നോക്കാം. P01 മൈനസ് P1 ഡിവൈഡ് ബൈ P01. ഇത് നമ്മളൊന്ന് അറേഞ്ച് ചെയ്തിട്ട് 1 മൈനസ് P1 ബൈ P01 എന്ന് എഴുതുന്നു. എങ്ങനെയാണത് വരുന്നത്? P01 ഡിവൈഡ് ബൈ P01 1 ആണ്. 1 മൈനസ് P1 ഡിവൈഡഡ് ബൈ P01 എന്ന് എഴുതാം. P1 ഡിവൈഡ് ബൈ P01 ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? W2 M1 ഡിവൈഡഡ് ബൈ W1 M2 എന്ന് എഴുതാം. വാല്യൂസോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 മൈനസ് P1 ബൈ P01 ഈസ് ഈക്വൽ ടു P01 നമുക്ക് അറിയാവുന്ന വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. P01 അറിയുന്ന വാല്യൂ എത്രയാണ്? 23.8 mmHg. ദാറ്റ് ഈസ് ഈക്വൽ ടു W2 എത്രയാണ്? 50 gram. M1 എത്രയാണ്? 18 gram മോൾ റേസ് ടു -1 ഡിവൈഡഡ് ബൈ W1 എത്രയാണ്? 850 gram ഇൻറ്റു M2 എന്ന് പറയുന്നത് മോളാർ മാസ് ഓഫ് യൂറിയ, അതായത് 60 gram per mole. ഇതിനെ സോൾവ് ചെയ്യാം. ഓക്കെ, നമുക്ക് കിട്ടിയ ഇക്വേഷനെ നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം.
1 minus P1 divided by 23.8 is equal to 50 into 18 divided by 850 into 60. നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3 divided by 170 എന്നാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിനെ സോൾവ് ചെയ്ത് P1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം അല്ലേ. P1 divided by 23.8 is equal to എങ്ങനെ എഴുതാം? 1 minus 3 by 170. ഇതിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? LCM ഉപയോഗിച്ച് 170 minus 3 whole divided by 170 that is equal to 167 divided by 170 എന്ന് എഴുതാം. അതായത് P1 എങ്ങനെ കണ്ടുപിടിക്കാം? P1 is equal to 167 into 23.8 divided by 170. P1 എന്ന് പറയുന്നത് റിയാക്ഷൻ, അതായത് സൊല്യൂട്ടും സോൾവൻറ്റും മിക്സ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന മിക്സറിൻ്റെ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറാണ് അല്ലേ, അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷറാണ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 23.38 mmHg എന്ന്. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? P1ൻ്റെ വാല്യൂ കിട്ടി. അതായത് ക്വസ്റ്റിന് ചോദിച്ചിട്ടുള്ള കാൽക്കുലേറ്റ് ദ വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ നമ്മൾ കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ ആണ് P1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ P1 is equal to 23.38 mm of Hg എന്ന് നമുക്ക് കിട്ടി. നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? അടുത്ത് കണ്ടുപിടിക്കാനുള്ളത് റിലേറ്റീവ് ലോവറിംഗ് ആണ്. റിലേറ്റീവ് ലോവറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റീവ് ലോവറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം P10 മൈനസ് P1 ഡിവൈഡഡ് ബൈ P10. നമുക്ക് P10 അതായത് P01 മൈനസ് P1 ഡിവൈഡഡ് ബൈ P01. റിലേറ്റീവ് ലോവറിംഗ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാവുന്ന വാല്യൂസ് എല്ലാം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ് P01? P01 നമുക്കറിയാം 23.8 mmHg മൈനസ് P1 നമുക്ക് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 23.38 mmHg ഡിവൈഡഡ് ബൈ P01 എത്രയാണ്? 23.8 mmHg. ഇക്വേഷൻ സോൾവ് ചെയ്യാം. ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നു 0.018. ഇതാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത്തരത്തിൽ കുറച്ചധികം സ്റ്റെപ്പുകൾ ഉണ്ടെങ്കിൽ പോലും വളരെ ഈസി ആയി തന്നെ ഈ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള 2.10 നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ at 750 mmHg is 99.63 degrees Celsius. How much sucrose is added to 500 gram of water such that it boils at 100 degrees Celsius? Given Kb for water is 0.52 Kelvin kilogram per mole. എന്താണ് ഈ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 750 mmHg പ്രഷറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് 99.63 ഡിഗ്രി സെൽഷ്യസ് എന്നായി തന്നിരിക്കുന്നു. ഇത്തരത്തിലുള്ള വാട്ടർ ഒരു 500 ഗ്രാം എടുത്തിട്ട് അതിലേക്ക് സൂക്രോസ് എന്ന് പറയുന്ന സൊല്യൂട്ട് ആഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ആഡ് ചെയ്തതിൻ്റെ ഫലമായിട്ട് നമുക്ക് കാണാം അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആയി മാറി. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എത്ര എമൗണ്ട് ഓഫ് സൂക്രോസ് ആണ് ആഡ് ചെയ്തത് ഈ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട്. അതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കാൻ നോക്കാം. അതിനുവേണ്ടി നമ്മുടെ ക്വസ്റ്റിൽ തന്നിട്ടുള്ള പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടുത്തെ സൊല്യൂട്ട് എന്ന് പറയുന്നത് സൂക്രോസ് ആണ്. സൂക്രോസിൻ്റെ കെമിക്കൽ ഫോർമുല C12H22O11 ആണ്. അതുകൊണ്ട് തന്നെ ഇതുപയോഗിച്ച് മോളാർ മാസ് ഓഫ് സൂക്രോസ് കണ്ടുപിടിക്കാം. മോളാർ മാസ് ഓഫ് C12H22O11 ഇങ്ങനെ കണ്ടുപിടിക്കാം. കാർബണിൻ്റെ ആറ്റോമിക് മാസ് 12 into 12 പ്ലസ് ഹൈഡ്രജൻ്റെ 1 into 22 പ്ലസ് ഓക്സിജൻ 16 ആണ് 60 into 11. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 342 gram
പെർ മോൾ എന്ന്. ഈ വാല്യൂവിനെ നമ്മൾ M2 എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. എന്താണ് M2? M2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളാർ മാസ് ഓഫ് സൊല്യൂട്ടാണ്. നമ്മുടെ ക്വസ്റ്റിനിൽ തന്നിട്ടുള്ള അടുത്തൊരു പാരാമീറ്റർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ് അല്ലേ. 99.63 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. എന്താണത്? ദാറ്റ് റെപ്രസെൻറ്റ്സ് T0B ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 99.63 ഡിഗ്രി സെൽഷ്യസ്. ഡിഗ്രി സെൽഷ്യസിലാണ് ടെമ്പറേച്ചർ തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ എന്താക്കി മാറ്റണം? കെൽവിനിലേക്ക് ആക്കി മാറ്റണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 99.63 പ്ലസ് 273 ആക്കി മാറ്റിക്കഴിയുമ്പോൾ നമുക്കത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും? കെൽവിനിലേക്ക് മാറ്റാനായിട്ട് പറ്റും. നമുക്ക് നോക്കാം എത്ര കിട്ടും വാല്യൂ എന്ന്. 273 പ്ലസ് 99.63 നമുക്ക് കിട്ടുന്നത് 372.63 ആണ് കെൽവിൻ. അതുപോലെ TB വാല്യൂ തന്നിട്ടുണ്ട് 100 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 പ്ലസ് 273 ദാറ്റ് ഈസ് ഈക്വൽ ടു 373 കെൽവിൻ. ഇതിൽ നിന്നും എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ഡെൽറ്റ TB നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ് ഡെൽറ്റ TB കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് TB മൈനസ് T0B. അതായത് 373 മൈനസ് 372.63 നമുക്ക് കിട്ടും 0.37 കെൽവിൻ എന്ന്. ഇത്രയും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടി. ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ നോക്കൂ. W1 തന്നിട്ടുണ്ട്. W1 എന്ന് പറയുന്നത് എന്താണ്? വെയ്റ്റ് ഓഫ് അല്ലെങ്കിൽ മാസ് ഓഫ് സോൾവെൻ്റ് ആണ്. അത് 500 ഗ്രാം ആയിട്ട് തന്നിരിക്കുന്നു. ഇതുകൂടാതെ KB വാല്യൂവും തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? W2 അല്ലെങ്കിൽ മാസ് ഓഫ് സൊല്യൂട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന ഇക്വേഷൻ ഏതാണെന്ന് നോക്കാം. നമുക്കറിയാം ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു KB ഇൻറ്റു 1000 ഇൻറ്റു W2 ഡിവൈഡഡ് ബൈ M2 ഇൻറ്റു W1 ആണ്. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് W2 ആയതുകൊണ്ട് ഈ ഇക്വേഷൻ നമുക്ക് ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. W2 ഈസ് ഈക്വൽ ടു ഡെൽറ്റ TB ഇൻറ്റു M2 ഇൻറ്റു W1 ഡിവൈഡഡ് ബൈ KB ഇൻറ്റു 1000. നമുക്കറിയാവുന്ന എല്ലാ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഡെൽറ്റ TB എത്രയാണെന്ന് അറിയാം? 0.37 കെൽവിൻ ഇൻറ്റു M2 എന്ന് പറയുന്നത് മോളാർ മാസ് ഓഫ് സൊല്യൂട്ടാണ്. 342 ഗ്രാം പെർ മോൾ ഇൻറ്റു W1 എന്ന് പറയുന്നത് 500 ഗ്രാം ഡിവൈഡഡ് ബൈ KB ഫോർ വാട്ടർ തന്നിട്ടുണ്ട് 0.52 കെൽവിൻ കിലോഗ്രാം പെർ മോൾ ഇൻറ്റു 1000. ഇത്രയും കാര്യങ്ങൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? W2 കിട്ടും. W2 എന്ന് പറയുന്നത് എത്രയാണ്? 121.67 ഗ്രാം. ഇതിൻ്റെ അർത്ഥം എന്താണ്? മാസ് ഓഫ് സൊല്യൂട്ട് ഈസ് ഈക്വൽ ടു 121.67 ഗ്രാം. ഇവിടെ ആഡ് ചെയ്യപ്പെട്ട സൂക്രോസിൻ്റെ എമൗണ്ട് എത്രയാണ് അല്ലെങ്കിൽ മാസ് എത്രയാണ്? ദാറ്റ് ഈസ് 121.67 gram ആണ്. Intext question 2.11 നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. Calculate the mass of ascorbic acid. എന്താണ് ascorbic acid? Vitamin C. To be dissolved in 75 gram of acetic acid to lower its melting point by 1.5 degree Celsius. Given Kf is equal to 3.9 Kelvin kilogram per mole. ഇവിടെ എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? Calculate the mass of vitamin C അല്ലെങ്കിൽ ascorbic acid to be dissolved in 75 gram of acetic acid. 75 gram acetic acidലേക്ക് എത്ര എമൗണ്ട് ഓഫ് വൈറ്റമിൻ സി ചേർത്തപ്പോഴാണ് മെൽറ്റിംഗ് പോയിന്റ് 1.5 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് കുറഞ്ഞത്? ലോവർ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ് ബൈ 1.5 ഡിഗ്രി സെൽഷ്യസ്. 1.5 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞത്. KF വാല്യൂ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആഡ് ചെയ്ത സൊല്യൂട്ടിൻ്റെ മാസ് എത്രയാണ്, അളവ് എത്രയാണെന്നാണ്. നമുക്ക് നോക്കാം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന്. ആദ്യമായിട്ട് ഈ ക്വസ്റ്റിന് തന്നിട്ടുള്ള പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണോ
അതൊന്ന് നമുക്ക് എഴുതാം. നോക്കൂ, ക്വസ്റ്റനിൽ കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് ascorbic ആസിഡ് ഓർ വൈറ്റമിൻ സി, അതായത് W2 ആണ് കണ്ടുപിടിക്കേണ്ടത്. 75 gram ഓഫ് അസറ്റിക് ആസിഡ് തന്നിരിക്കുന്നു. ദാറ്റ് ഈസ് W1 ഈസ് ഈക്വൽ ടു 75 gram. ദ ലോവറിംഗ് ഓഫ് ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ് തന്നിട്ടുണ്ട് 1.5 ഡിഗ്രി സെൽഷ്യസ്, അതായത് ഡെൽറ്റ TF എന്ന് പറയുന്നത് 1.5 കെൽവിൻ ആണ് എന്ന് തന്നിരിക്കുന്നു. ഇതുകൂടാതെ KF തന്നിട്ടുണ്ട്. KF ഈസ് ഈക്വൽ ടു 3.9 കെൽവിൻ കിലോഗ്രാം മോൾ റേസ് ടു -1 ആണ് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കണ്ടുപിടിക്കേണ്ടത് W2 ആണ്. W2നെയും ഡെൽറ്റ TFും KFും എല്ലാം റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ആ ഇക്വേഷൻ? ഡെൽറ്റ TF ഈസ് ഈക്വൽ ടു KF ഇൻറ്റു W2 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ M2 ഇൻറ്റു W1. ഈ ഇക്വേഷൻ പരിശോധിച്ചാൽ നമുക്കറിയാം ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ടേം W2 ആണ്. ഇതുകൂടാതെ M2 മാത്രം നമുക്കിപ്പോൾ അറിയില്ല. എന്താണ് M2? M2 എന്ന് പറയുന്നത് മോളാർ മാസ് ഓഫ് ascorbic ആസിഡ്. മോളാർ മാസ് ഓഫ് ascorbic ആസിഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? മോളാർ മാസ് ഓഫ് ascorbic ആസിഡ് കെമിക്കൽ ഫോർമുല തന്നിട്ടുണ്ട് C6H8O6. ഓരോ എലമെൻറ്റിൻ്റെയും ആറ്റോമിക് മാസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാർബണിൻ്റേത് 12 × 6 പ്ലസ് ഹൈഡ്രജൻ 1 × 8 പ്ലസ് ഓക്സിജൻ്റേത് 16 × 6. എന്ത് കിട്ടും? ഈ ഒരു വാല്യൂ സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടും 176 gram മോൾ റേസ് ടു -1. ഇതാണ് M2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. M2 എന്നത് മോളാർ മാസ് ഓഫ് ascorbic ആസിഡ് അല്ലെങ്കിൽ വൈറ്റമിൻ സി. ഇപ്പോൾ എല്ലാ പാരാമീറ്റേഴ്സും നമുക്കറിയാം. W2 കണ്ടുപിടിക്കാം. ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. W2 ഈസ് ഈക്വൽ ടു ഡെൽറ്റ TF ഇൻറ്റു M2 ഇൻറ്റു W1 ഡിവൈഡഡ് ബൈ KF ഇൻറ്റു 1000. നമുക്കറിയാവുന്ന എല്ലാ പാരാമീറ്റേഴ്സും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ TF എന്ന് പറയുന്നത് 1.5 കെൽവിൻ ഇൻറ്റു മോളാർ മാസ്. മോളാർ മാസ് 176 gram per mole. W1 75 gram ഡിവൈഡഡ് ബൈ KF എന്ന് പറയുന്നത് 3.9 കെൽവിൻ കിലോഗ്രാം മോൾ റേസ് ടു -1 ഇൻറ്റു 1000. ഇതിനെ സോൾവ് ചെയ്യണം. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അതിനോടൊപ്പം തന്നെ യൂണിറ്റ് എന്ത് വരുമെന്ന് നോക്കാം. ന്യൂമറേറ്ററിൽ കെൽവിൻ ഉണ്ട്, ഡിനോമിനേറ്ററിലും കെൽവിൻ ഉണ്ട്. സോ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകുന്നു. ഇനി കിലോഗ്രാം ക്യാൻസൽ ചെയ്ത് പോകുന്നു. ബാക്കിയുള്ളത് ഏതാണ്? ഗ്രാം പെർ മോളാണ് അല്ലേ? ഗ്രാം പെർ മോളാണ്. ഇതിൽ മോളും ക്യാൻസൽ ചെയ്ത് പോകും. അതായത് ലാസ്റ്റ് ആൻസർ നമുക്ക് എന്താണ് കിട്ടുക? ഗ്രാമിലായിരിക്കും ആൻസർ കിട്ടുക. സോ സോൾവ് ചെയ്യാം. സോൾവ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം 5.08 gram ആണ് ആൻസറായി കിട്ടുന്നത്. ഇത്തരത്തിൽ ആഡ് ചെയ്യപ്പെട്ട സൊല്യൂട്ടിൻ്റെ മാസ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള 2.12 ഒന്ന് നോക്കാം. കാൽക്കുലേറ്റ് ദ ഓസ്മോട്ടിക് പ്രഷർ ഇൻ പാസ്കൽസ് exerted by a solution prepared by dissolving 1 gram of polymer of molar mass 1,85,000 in 450 ml of water at 37 degrees Celsius. ഈ ക്വസ്റ്റ്യനിൽ എന്താണ് സൂചിപ്പിച്ചിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദ ഓസ്മോട്ടിക് പ്രഷർ ഇൻ പാസ്കൽ. ഓസ്മോട്ടിക് പ്രഷർ എത്രയാണെന്ന് മെഷർ ചെയ്യണം. എപ്പോൾ? എക്സേർട്ടഡ് ബൈ എ സൊല്യൂഷൻ പ്രിപ്പയർഡ് ബൈ ഡിസോൾവിംഗ് 1 gram of polymer of molar mass 1,80,000 in 450 ml of water at a temperature of 37 degrees Celsius. 1 gram പോളിമറിൻ്റെ മോളാർ മാസാണ് തന്നിരിക്കുന്നത് 1,85,000 എന്ന്. അത്രയും വലിയ ഒരു പോളിമർ 450 ml ഓഫ് വാട്ടറിൽ 37 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ ഡിസോൾവ് ചെയ്യിക്കുമ്പോൾ ഉണ്ടാകുന്ന ഓസ്മോട്ടിക് പ്രഷർ എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്കറിയാം ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് പൈ എന്ന് സൂചിപ്പിക്കുന്നു. പൈ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്.
ക്വസ്റ്റിൽ തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ സൊല്യൂട്ടായി പറയുന്നത് പോളിമറാണ്. പോളിമറിൻ്റെ മാസ് W2 എന്നെടുക്കാം. W2 ഈസ് ഈക്വൽ ടു 1 gram ആണ്. മോളാർ മാസ് എന്ന് പറയുന്നത് M2 എന്ന് സൂചിപ്പിക്കാം. 1,85,000. കൂടാതെ തന്നിരിക്കുന്നത് വോളിയം 450 milliliter എന്നാണ് തന്നിരിക്കുന്നത്. മില്ലിലിറ്ററിനെ നമുക്ക് ലിറ്ററിലേക്കായി കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. 450 ഡിവൈഡ് ബൈ 1000 ദാറ്റ് ഈസ് 0.45 ലിറ്റർ വോളിയവും കിട്ടി. ഇനി തന്നിരിക്കുന്നത് ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു 37 ഡിഗ്രി സെൽഷ്യസ് എന്ന് തന്നിരിക്കുന്നു. നമുക്കറിയാം ഇത്തരം പ്രോബ്ലംസിലെല്ലാം ടെമ്പറേച്ചർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? കെൽവിൻ ടെമ്പറേച്ചർ ആയിട്ടാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 37 പ്ലസ് 273 എന്ന് എഴുതാം. അതായത് 310 കെൽവിൻ. ഇത്രയും പാരാമീറ്റേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഓസ്മോട്ടിക് പ്രഷർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നോക്കാം. ഏത് ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓസ്മോട്ടിക് പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്? ഓസ്മോട്ടിക് പ്രഷർ കണ്ടുപിടിക്കാൻ πV ഈസ് ഈക്വൽ ടു N2RT എന്ന ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. N2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്. നമ്പർ ഓഫ് മോൾസിനെ പകരം W2/M2RT എന്ന് എഴുതാം. ഇനി ഇവിടെ നോക്കൂ, ഏതൊക്കെ പാരാമീറ്റേഴ്സ് നമുക്കറിയാം? വോളിയം അറിയാം, W2 അറിയാം, M2 അറിയാം, ടെമ്പറേച്ചറും അറിയാം. എന്നാൽ R വാല്യൂ നമുക്കിവിടെ അറിയുന്നില്ല അല്ലേ? എന്താണ് R വാല്യൂ? R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. നമ്മൾ ഓൾറെഡി യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് പഠിച്ചിട്ടുണ്ട്. 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് ആറിനുള്ളത്. എന്നാൽ ഇവിടെ പ്രഷറിൻ്റെ ടേംസിലാണ് എല്ലാ കാര്യങ്ങളും റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ R എന്ന വാല്യൂ പ്രഷറിൻ്റെ ടേംസിൽ തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. അതുകൊണ്ട് തന്നെ R ഈസ് ഈക്വൽ ടു, ഈ വാല്യൂ നമ്മൾ കാണാതെ പഠിക്കണം, 0.083 ലിറ്റർ ബാർ പെർ കെൽവിൻ പെർ മോൾ എന്ന വാല്യൂ ആണ് ഇവിടെ R അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി ഇത്രയും വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പൈ കണ്ടുപിടിക്കാം അല്ലേ? പൈ കണ്ടുപിടിക്കുന്നതിനായിട്ട് നമുക്ക് ഇക്വേഷൻ ഒന്നുകൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വയ്ക്കാം. പൈ ഈസ് ഈക്വൽ ടു എന്ന ഫോമിൽ എഴുതുക, W2RT ഡിവൈഡഡ് ബൈ M2V എന്ന് എഴുതാം. വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. W2 എന്ന് പറയുന്നത് 1 ആണ് തന്നിരിക്കുന്നു, 1 gram തന്നിരിക്കുന്നു. 1 ഇൻറ്റു അല്ലെങ്കിൽ 1 gram ഇൻറ്റു R എന്ന് പറയുന്നത് 0.083 ലിറ്റർ ബാർ പെർ കെൽവിൻ പെർ മോൾ ആണ്. ടെമ്പറേച്ചർ കെൽവിനിൽ നമുക്കറിയാം 310 കെൽവിൻ ആണ്. ഡിവൈഡഡ് ബൈ M2 എന്നാൽ 1,85,000 ആയി തന്നിരിക്കുന്നു. മോളാർ മാസാണ്. സോ ഇറ്റ് ഈസ് ഗ്രാം പെർ മോളാണ് ഇതിൻ്റെ യൂണിറ്റ്. പിന്നെ എന്താണ് നമുക്കറിയേണ്ടത്? വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററിൽ 0.45 ലിറ്റർ. ഇത്രയും പാരാമീറ്റേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പൈ അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ എത്രയാണെന്ന് കിട്ടും. നമുക്ക് കിട്ടുന്നത് 3.09 ഇൻറ്റു 10⁻⁻⁴ ബാർ. 3.09 ഇൻറ്റു 10⁻⁻⁴ ബാർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 3.09 ഇൻറ്റു 10⁻⁻⁴ ബാർ എന്ന് എഴുതാം. ഈ ഒരു വാല്യൂവിനെ നമ്മുടെ ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഓസ്മോട്ടിക് പ്രഷർ പാസ്കലിൽ റെപ്രസെൻറ്റ് ചെയ്യാനാണ്, അല്ലെങ്കിൽ പാസ്കലിൽ എക്സ്പ്രസ് ചെയ്യാനാണ്. ഇവിടെ ബാർ എന്ന യൂണിറ്റിലാണ് നമുക്കിവിടെ ഓസ്മോട്ടിക് പ്രഷർ കിട്ടിയിട്ടുള്ളത്. എങ്ങനെയാണിത് പാസ്കലിലേക്ക് മാറ്റുക? അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു കൺവേർഷൻ ഉണ്ട്. 1 ബാർ ഈസ് ഈക്വൽ ടു 10⁵ പാസ്കൽ. ഈ ഒരു കൺവേർഷൻ നമുക്ക് ഉപയോഗിക്കണം. സോ 1 ബാർ എന്നുള്ളതിന് ഇറ്റ്സ് ഈക്വൽ ടു 10⁵ പാസ്കൽ. അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ വിത്ത് 10⁵. നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് 30.9 പാസ്കൽ. ഇത്തരത്തിൽ ഈ സൊല്യൂഷൻ്റെ ഓസ്മോട്ടിക് പ്രഷർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും.